റോഡ്രി ടു ബാഴ്സലോണ, അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. റോഡ്രിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു റയലല്ല, എനിക്ക് ബാഴ്സ മതി എന്നുള്ള കാര്യം. ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്രാൻസ്ഫർ. പക്ഷേ ഈ റോഡ്രി വന്നാൽ പ്രശ്നമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഫ്രാങ്കി ഡിയോങ്ങിന് ഇഞ്ചുറിയാണ്, 4-5 മാസം പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗുണം തന്നെ ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗ് പോലത്തുള്ള ടൂർണമെൻറ്റിലൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് DMF നല്ല കാര്യം തന്നെയാണ്. കാരണം ഡിഫൻസിന് ഒന്നുകൂടിയും ഒരു താങ്ങാവുന്നുള്ളതാണ്. പിന്നെ റോഡ്രി ഒരു ബാലൻഡർ വിന്നറാണ്, ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നറാണ്. അപ്പോൾ നമുക്കറിയാം ഏതാ ലെവൽ എന്നുള്ളത്. ഇനി വന്നില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല, കാരണം അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അല്ലായിരുന്നു. കാരണം മിഡ്ഫീൽഡർ ഉണ്ടായാലും ഇനി അടുത്ത സീസണിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥയിലൊന്നല്ല. നമുക്ക് മെയിനായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു, ബാഴ്സയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നതായിരുന്നു ഡിഫൻസും സ്ട്രൈക്കറുമായിരുന്നു. ആൻഡ് സ്ട്രൈക്കറിന് അൽവാരസുമായി നല്ല നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഡിഫൻസ് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഒരു സൈനിങ് ഉണ്ടാവും എന്നുള്ളത്. റോഡ്രിയുടെ കേസിൽ ഇപ്പോൾ വൈകാണ്ട് തന്നെ ഒരു ഹിയർ വീഗോ ചാൻസ് ഉണ്ട്. പിന്നൊരു കാര്യം കേട്ടോ, വിനീഷ്യസ് എവിടെയും പോകണില്ല, റയൽ മാഡ്രിഡിൽ തന്നെ ഉണ്ടാവും. 2032 വരെ കോൺട്രാക്റ്റ് നീട്ടി റയൽ മാഡ്രിഡിൽ തുടരുന്നുള്ളതാണ്. ആഴ്സണൽ ഫാൻസ് ഒരുപാട് സ്വപ്നം കണ്ടുണ്ടാവും, പക്ഷേ സാരല്ല, പോട്ടെ.